പ്രാർത്ഥന അവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീകമായി വളരുവാൻ കഴിയാതെ വണ്ണം ആമേൻ അതിൽ സൂക്ഷിച്ചു പോകുന്ന അനേക പ്രിയപ്പെട്ട ഈ ദേശത്തുണ്ട്. അവരെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ആത്മീകമായ ഒരു വലിയ തീഷ്ണത ആമേൻ അങ്ങനെയുള്ള ഹൃദയങ്ങളിൽ കർത്താവ് നൽകിക്കൊടുത്തു വരുന്ന ആളുകളിൽ ദേശത്തിന് വേണ്ടി ആമേൻ ഇടവ് നിൽക്കുവാൻ ആമേൻ ഹല്ലേലൂയ ജാതിയോ മതമോ വർഗമോ ഇല്ലാതെ ആമേൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇടവെന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം അകത്തളങ്ങളിൽ കാഴ്ചപ്പാടിനെ കൊടുത്തു ആമേൻ ദൈവകൃപകളെ കൊടുത്ത് കർത്താവ് മാനിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്ന കുടുംബങ്ങളെ ഒക്കെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞു കുഞ്ഞു കുട്ടികളെ ഹല്ലേലൂയ മുതിർന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവത്തിന്റെ കരം എല്ലാവരോടും കൂടെ ഇരിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് രാത്രികാലം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യട്ടെ, വിടുതലുകളെ കർത്താവ് അയക്കട്ടെ. ആമേൻ. പ്രതിസന്ധികളിൽ നിന്ന് പ്രതികൂലങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കട്ടെ. ആമേൻ. അനർത്ഥങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കട്ടെ. ഇന്ന് രാത്രികാലം യേശുവിന്റെ സാന്നിധ്യം ദേശത്ത് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദേശത്തെ വഹിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ജോണച്ചാൻ മുൻപോട്ട് കടന്നു വന്ന് ഈ ദേശത്തെ വഹിച്ച് ആമേൻ ഹല്ലേലൂയ കുടുംബങ്ങളെ ഒക്കെ ആമേൻ ഹല്ലേലൂയ വഹിച്ച് ഇപ്പോൾ ഹല്ലേലൂയ ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായിരുന്നു. വീണ്ടും കർത്താവേ കർത്താവ് ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ദേശത്തിലായിരിക്കുന്ന അനേക കുടുംബങ്ങൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കർത്താവ് ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവ് അവർക്ക് പൂർണ്ണമായി വിടുതൽ കർത്താവെ സമാധാനം സന്തോഷം കർത്താവെ തലമുറകൾക്ക് അവർ വിടുതൽ വളർത്താൻ കർത്താവെ യഥാർത്ഥമായ സ്നേഹം അനുഭവിക്കുവാൻ കർത്താവെ അവരെ തിരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ആത്മഹത്യത്തിനും കർത്താവികളായിട്ട് കർത്താവെ ഹല്ലേലൂയ സമയം ചെലവഴിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ ഈ നാളിൽ കർത്താവെ പ്രാർത്ഥിക്കാം. കർത്താവെ എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും അനുഗ്രഹിച്ചാണ് കർത്താവെ ഈ കർത്താവിനത്തെ യോഗ്യത അതുപൂർണ്ണമായി കർത്താവെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ കർത്താവെ വേണ്ടി നോക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വന്നം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ നിലപ്പെടുത്തുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാന്തരോടുകൂടി കർത്താവെ കർത്താവെ പ്രാർത്ഥന സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പേർപ്പെട്ടു പോയ ജോസഫ് ചാന്റെ കുടുംബത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്ത് ഇത് രാത്രികാലം നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരവും കാവലും ആശ്വാസവും ആമീൻ കർത്താവ് ഭവനത്തിൽ നൽകേണ്ടതിന് ആമീൻ ഒന്നിനും കുറവില്ലാതെ വേണം കർത്താവ് ആമീൻ അവരെ പരിപാലിക്കേണ്ടതിന് അവരെ നടത്തേണ്ടതിന് ആ കുഞ്ഞുങ്ങളെ കർത്താവ് നടത്തേണ്ടതിന് അവർക്ക് സമാധാനം കൊടുക്കേണ്ടതിന് സ്വസ്ഥത കൊടുക്കേണ്ടതിന് ദൈവിക നന്മകളാൽ അവരെ നിറയ്ക്കേണ്ടതിന് ഇത് രാത്രികാലം അവരെ ഓർത്ത കുടുംബത്തെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്വാസത്തിന്റെ കരവുമായി കർത്താവ് ഭവനത്തോട് കൂടെ ഇരിക്കേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നോ ഒരു പാട്ടൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അടവി താരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം അടവി താരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാ വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാ ജീവകാലമെല്ലാം ഭീമരോ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ വനമേ പുഷ്പശാലീനമേ താമരയുടെ താഴ്വരയിൽ വനമേ പുഷ്പ
ശാരോദീരാവേ താമരയുമേ താഴ്വരയിൽ വിശുദ്ധരിയാതി വിശുദ്ധനാവേ സൗന്ദര്യ വിശുദ്ധരി
നമ്മൾ ഹല്ലേലൂയ ചെയ്തു വരുന്നത് പോലെ ആമീൻ ഹല്ലേലൂയ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള മീറ്റിംഗുകൾ നടത്തുന്നത്. ഇന്ന് ആമീൻ സന്ധ്യാസമയം ആമീൻ ദൈവവചനത്തിൽ നിന്നും ആമീൻ ഹല്ലേലൂയ തന്റെ സാക്ഷികളിൽ കൂടിയൊക്കെ ആമീൻ 10 മിനിറ്റ് സമയം ആമീൻ ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ആമീൻ പത്രോസ് മുൻപോട്ട് കടന്നു വന്ന ആമീൻ തനിക്ക് കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് ആമീൻ ഹല്ലേലൂയ 10 മിനിറ്റ് നമ്മളോട് ദൈവവചനത്തിൽ കൂടി സംസാരിക്കും. ആമീൻ എല്ലാവരും പ്രാർത്ഥനയോടെ ആമീൻ ഹല്ലേലൂയ അത് ഏറ്റെടുത്ത് ആമീൻ ഹല്ലേലൂയ പോകുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ആമീൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ക്ഷണിക്കും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കാലം ഐക്യപുരുഷായ്മയുടെ മധ്യത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് നൽകിയ ആ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നമ്മൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന്റെ ദാസൻ ക്ഷണിച്ചതനുസരിച്ച് ഈ ഇവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് ദാസൻ പറഞ്ഞത് അനുസരിപ്പാൻ ദൈവമായ കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തോത്രം. ഞാൻ ഒരു പ്രസംഗനൊന്നുമല്ല, ഞാൻ ഒരു സഭയുടെ ഒരു സഹോദരൻ മാത്രമാണെങ്കിലും കർത്താവിന്റെ ദാസൻ പറഞ്ഞതനുസരിച്ച് ഈ സ്റ്റേജിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നൽകിയ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യകാലം മുതൽ ഞാനൊരു പെന്തക്കോസ്ത് അനുഭാവിയാണ്. ഞാൻ
ബാർസിലോൺ ദോസിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അതിന് വളരെ ഏറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ സഭയിലേക്ക് കടന്നു വരുവാൻ തക്കണം. ദൈവമായ കർത്താവ് അവിടുന്ന് കൃപ ചെയ്തു ദൈവം എന്നെ വഴിയടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നാളുകൾ മുഴുവൻ ഇത്രയും കാലം ദൈവമായ കർത്താവ് ദിവ്യ വഴിയിൽ കൂടെ ജീവിപ്പാനും ദൈവത്തെ അനുസരിപ്പാനും ദേശത്ത് വിശ്വസ്തയോടുകൂടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് എന്നെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവനെ എല്ലാ വിധത്തിലും ഹല്ലേലൂയ ആത്മീയമായി ഭയമെല്ലാം കർത്താവ് ഇതുവരെയും വഴിയടത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടുത്തെ കൃപയിൽ മറഞ്ഞ ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവമായ കർത്താവ് നൽകുന്ന അവിടുത്തെ വലിയ നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവിൻ്റെതാകുന്ന ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ കർത്താവ് ഒരുക്കുവാനായി ഇവിടെ നിന്ന് കടന്നു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ വാസസ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥാനം ലഭിപ്പാൻ ദൈവമക്കളെ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം എന്ന യാഗം അർപ്പിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവ വഴിയിൽ കൂടെ ജീവിപ്പാനും ഹല്ലേലൂയ. ദൈവമക്കളെ നിങ്ങളെ ഓരോരുത്തരെയും ആ പാതയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കൂടെ ഉരഞ്ഞോടാവണം, ലോക മോഹങ്ങളിൽ കൂടെ കടന്നു പോകാതെ വേണം ദൈവത്തെയും ദൈവരാജ്യത്തെയും അറിഞ്ഞ് ജീവിപ്പാൻ ദൈവമായ കർത്താവ് അവിടുന്ന് സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഹല്ലേലൂയ ഇവിടെ നിന്ന് ഹല്ലേലൂയ സ്വർഗ്ഗത്തിലേക്ക് കരകയറിപ്പോയി. ഹല്ലേലൂയ സന്നിധിയിൽ ഹല്ലേലൂയ ഓ ദൈവത്തെ അറിയുന്ന തന്നെ മക്കളെ ചേർത്തുകൊള്ളുവാനായി കടന്നുപോയിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് വീണ്ടും വരുമെന്ന് ഹല്ലേലൂയ അരുളി ചെയ്തിട്ട് കടന്നു പോയിരിക്കുക. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധിയിൽ ആ ഭവനത്തിൽ ചെന്നു ചേരുവാൻ നാം ഓരോരുത്തരും അതിനുവേണ്ടി ജീവിക്കുക, അതിന് പ്രകാരം മുൻപോട്ട് പോവുക. ഹല്ലേലൂയ. അവിടുത്തെ കൃപ കൂടുതൽ സഹായിക്കേണ്ടതിന് ദൈവമായ കർത്താവ് ഹല്ലേലൂയ അനുഗ്രഹിച്ച് വഴിനടത്തേണ്ടതിന് ദൈവിക വഴിയിൽ കൂടെ ജീവിക്കേണ്ടതിന് ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ കൂടിയിരിക്കുന്നതാകുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ ഈ തിരുവചനത്തെ നിങ്ങളുടെ മുൻപിൽ ഹല്ലേലൂയ പറയുവാൻ തക്കണം ദൈവമായ കർത്താവ് നൽകിയ അവിടുത്തെ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ മറഞ്ഞു വസിപ്പാൻ സർവശക്തനാകുന്ന യഹോവയുടെ നിഴലിൽ പാർത്തുകൊണ്ട് ഈ നാളുകളിൽ ജീവിപ്പാൻ ദൈവമക്കളെ നാം ഓരോരുത്തരും ഒരുക്കുന്നവരായി തീരുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രബോധിപ്പിക്കുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഇന്നും എന്നും നമ്മോടുകൂടി സഹായിക്കുന്ന ദൈവമാ. കഷ്ടതയിൽ, പ്രയാസത്തിൽ, പ്രതികൂലങ്ങളിൽ, ആപത്തിൽ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, കഠിനമായ രോഗങ്ങൾക്ക് കടന്നു വരുമ്പോൾ സന്നിധിയിലേക്ക് കടന്നു നിന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ, എന്നെ വിടുവിക്കണമേ എന്ന് ഹല്ലേലൂയ പ്രഭുവിനോട് ഹല്ലേലൂയ അപേക്ഷിച്ചാൽ ആ കർത്താവ് ആ പിതാവ് നമ്മെ അതിൽ നിന്നെല്ലാം വിടുവിപ്പാൻ ശക്തനാകുന്ന ദൈവമാ. ആ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവമായ യഹോവയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശയോടുകൂടെ യാത്ര ചെയ്താൽ ഹല്ലേലൂയ അവന്റെ സന്നിധിയിലേക്ക് ചെന്നു ചേരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്ന നൽകിയത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിപ്പാൻ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഞാൻ ഈ സമയം ഹല്ലേലൂയ ദൈവവചനത്തിൽ കൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് ഏതെങ്കിലും ഒന്നിൽ ഹല്ലേലൂയ കരസ്ഥമാക്കുവാൻ ദൈവമക്കളെ നാം ഒരുക്കമുള്ളവരായി തീരണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഇന്നലത്തേക്കാൾ ഇന്ന് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ സംഭവവികാസങ്ങളെല്ലാം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് എത്രയും പെട്ടെന്ന് കടന്നു വരും. ഹല്ലേലൂയ. കടന്നു വരുമ്പോൾ നമ്മൾ അവന്റെ സന്നിധിയിൽ ചേർത്തുകൊള്ളുവാൻ ഇടയാകണം, കൈവിട്ടു പോകാൻ ഇടയാകരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ ജീവിച്ചാൽ ഹല്ലേലൂയ ആത്മീയ പ്രത്യാശ, ആത്മീയ സന്തോഷത്തോടെ ജീവിച്ചാൽ ഹല്ലേലൂയ അവന്റെ സന്നിധിയിൽ ചെന്നു ചേരുവാൻ ഇടയാകും. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഇന്നും ഇന്നലെയും എന്നേക്കും നമ്മെ വഴിയടക്കുന്ന കർത്താവാകുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. കലങ്ങുന്ന ഹൃദയമുള്ളവരായി തീരാതെ വണ്ണം പ്രത്യാശയോടെ ജീവിക്കുന്നവരായി തീരുവാൻ ഹല്ലേലൂയ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.
വെളിപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ സന്നിധിയിൽ ചെന്നു വരുവാൻ നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് ഈ സമയം പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം അനുഭവിച്ചു വന്ന കർത്താവിന്റെ ദാസന് ദൈവസ്നേഹത്തിന്റെ നന്ദിയെ അറിയിച്ചുകൊണ്ട് ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നത്. ദൈവമായ കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. Praise the Lord. Hallelujah. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ദൈവദാസൻ ആമേൻ കർത്തനിക്ക് കൊടുത്ത ആമേൻ കാഴ്ചപ്പാടനുസരിച്ച് ആമേൻ ഹല്ലേലൂയ 2 വാക്യം ദൈവസന്നിധിയിൽ പറഞ്ഞുള്ളൂ. അത് ദൈവം ആമേൻ വിലയേറിയതായി എണ്ണും. ആമേൻ ഹല്ലേലൂയ. തമ്പുരാൻ തന്റെ പുസ്തകത്തിൽ അത് എഴുതി വെക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തന്നെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ഇതിലും അധികമായ നിലവാരത്തിൽ കർത്താവിനെ ഉയർത്തുവാൻ അത്ഭുതപ്പെടുത്തുവാൻ ആമേൻ ഹല്ലേലൂയ. മറ്റുള്ള ഹല്ലേലൂയ പല മേഖലകളിൽ കർത്താവ് തന്നെ നിർത്തേണ്ടതിന് നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ ഒരു സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആമേൻ കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനാധാരമായി നമുക്ക് വായിക്കാം. ആമേൻ ഹല്ലേലൂയ 15-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുഗ്രഹമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നമുക്ക് കർത്താവ് രാത്രികാലം നൽകി തന്നത്. അവിടെ സ്വർഗരാജ്യത്തെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ ആത്മാവിൽ സ്വർഗരാജ്യത്തെ നോക്കിക്കൊണ്ട് അതേ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ മാനുഷ്യമായിരിക്കുന്ന കണ്ണുകൾ കൊണ്ട് ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് ആമേൻ ഭക്തൻ പറയുന്ന വാക്കാണ് ആമേൻ യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും. ഹല്ലേലൂയ. ഒരു ചോദ്യമാണ് ആമേൻ. മനുഷ്യ ജീവിതത്തിന്റെ ആമേൻ അവസ്ഥകളെ എല്ലാം നോക്കിക്കൊണ്ട് ആമേൻ ദിനം ദിനം ആമേൻ നമ്മുടെ ജീവിതത്തിലെ ആമേൻ പോരായ്മകളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ആമേൻ ഹല്ലേലൂയ നോക്കിക്കൊണ്ട് ഭക്തൻ പറയുകയാണ് കർത്താവേ ഇങ്ങനെ ആയാൽ ഇങ്ങനെ ഞാൻ പോയാൽ ആമേൻ ആ കൂടാരത്തിൽ ചെന്നെത്തുമോ? ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വന്ന് എന്തിനെന്ന് ചോദിച്ചാൽ ആമേൻ നമ്മളെ ആമേൻ ഇവിടെ കുറെ ആമേൻ ബംഗ്ലാവുകൾ പണിയാനോ ഇവിടെ ആമേൻ കോടികൾ മുടക്കി അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി ആമേൻ നല്ല വാഹനങ്ങൾ വാങ്ങിച്ച് ഇവിടെ നമ്മൾ സുഖിച്ച് കുറച്ച് നാൾ ജീവിക്കുവാനോ ഹല്ലേലൂയ അത് കഴിഞ്ഞ് ആമേൻ ഇവിടം കൊണ്ട് അവസാനിക്കുവാനൊന്നുമല്ല കർത്താവ് നമ്മളെ ആമേൻ തിരഞ്ഞെടുത്തത്. ആമേൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് ഈ ദാവീദ് പറഞ്ഞ ഈ പട്ടണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, ഈ കർത്താവ് ഒരുക്കുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുപോകാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ആ കൂടാരത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആമേൻ പ്രാർത്ഥനയിൽ കണ്ടുകൊണ്ട് ഭക്തൻ പറയുകയാണ് യഹോവേ നിന്റെ കൂടാരത്തിൽ ആമേൻ ഹല്ലേലൂയ ആർ പാർക്കും. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളെ നിരൂപണങ്ങളെ നോക്കിക്കൊണ്ട് അവന്റെ ചിന്താമണ്ഡലങ്ങളെ നോക്കിക്കൊണ്ട് അവന്റെ മാനുഷ്യമായിരിക്കുന്ന ബുദ്ധിയെ നോക്കിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ ഭക്തൻ പറയുകയാണ് കർത്താവേ ഇങ്ങനെ ആയാൽ ആരാണ് നിന്റെ കൂടാരത്തിൽ പാർക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ എല്ലാ ആഗ്രഹം എന്താണ്? ആമേൻ ഹല്ലേലൂയ ആ നിത്യതയുടെ കൂടാരത്തിൽ ആ കർത്താവിന്റെ കാഹളം വിളിക്കുമ്പോൾ കർത്താവ് രണ്ടാമത് വരുമ്പോൾ എനിക്കും അവന്റെ കൂടെ നീയണം. ആമേൻ ഹല്ലേലൂയ ആ സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയ അവൻ ഒരുക്കിയിരിക്കുന്ന കൂടാരത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കെല്ലാം. പക്ഷേ ആമേൻ ഇവിടെ ആമേൻ ജീവിതത്തെ നോക്കിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ ഭക്തൻ പറയുകയാണ് കർത്താവേ ആമേൻ ഇങ്ങനെയായ ആര് നിന്റെ കൂടാരത്തിലെത്തും? ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? അടുത്തത് പറയുന്നു ആമേൻ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ഒരു വാക്ക് പറയുക. ആമേൻ ഹല്ലേലൂയ. മനുഷ്യൻ ആമേൻ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ ആദ്യത്തെ ഒരു വഴി ആമേൻ മനുഷ്യൻ ചെയ്യേണ്ടതായ ഒരു വഴിയെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ ഭക്തൻ വെളിപ്പെടുത്തുകയാണ്. ആമേൻ ഹല്ലേലൂയ. അതൊന്നും കൂടെ ആമേൻ ഹല്ലേലൂയ ഉറച്ചു വായിച്ചാട്ടെ.
ആമേൻ. നിഷ്കളങ്കനായി നടക്കണം. ഒന്ന്, ഹല്ലേലൂയ. ഒന്ന്, ജീവിതത്തിൽ നിഷ്കളങ്കത ഉണ്ടാകണം. ആമേൻ. അടുത്തത് നീതി പ്രവർത്തിക്കണം. ആമേൻ. ഹല്ലേലൂയ. അടുത്തത് പറയുന്നു, ആമേൻ, നീതി പ്രവർത്തിക്കണം, നിഷ്കളങ്കനായി നടക്കണം. ആമേൻ. ആമേൻ. ഇത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഇത് എല്ലാരെയും കൊണ്ട് നടക്കത്തില്ല. കാരണം ഈ ജീവിതത്തിൽ നിന്നും വീണുപോയവനാ ഇത് പറയുന്നത്. ഹല്ലേലൂയ. ഈ ജീവിതത്തിൽ നിഷ്കളങ്കനായി ജീവിക്കേണ്ട ഒരു മനുഷ്യൻ അവൻ നിഷ്കളങ്കത ജീവിതത്തിൽ തെറ്റിപ്പോയ അവൻ ദാവീദാണ് പറയുന്നത്, കർത്താവേ ആര് പോകും? ഹല്ലേലൂയ. ആമേൻ. ഒരു കാലഘട്ടത്തിൽ പാവിയായി പോയ, ആമേൻ, പാപം ചെയ്തു പോയ, ആമേൻ, പ്രാർത്ഥനയുടെ 3 നേരം ആമേൻ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മനുഷ്യൻ, ആമേൻ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആമേൻ സങ്കടം ബോധിപ്പിച്ച് അകത്തളങ്ങളിൽ പ്രാർത്ഥിക്കുന്നവൻ തെറ്റിപ്പോയിട്ട്, ആമേൻ, ഹല്ലേലൂയ, അവന്റെ ഹൃദയം നീതിയല്ലാത്തത് ചെയ്തിട്ട്, അവന്റെ ഹൃദയം ആമേൻ നിഷ്കളങ്കതയല്ലാത്തത് ചെയ്തിട്ട്, ആമേൻ, ഹല്ലേലൂയ, അവൻ വീണുപോയതുകൊണ്ട് അവൻ പറയുന്നു, കർത്താവേ ഇങ്ങനെ ആയാൽ ആര് കൂടാരത്തിലെത്തും? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ആമേൻ വിശ്വാസ മക്കളാണ്, നമ്മൾ ബന്ധക്കോസുകാരെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആമേൻ. ഇവിടെ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, നീ നിഷ്കളങ്കനായിരിക്കണം. ആമേൻ. നീ നീതി പ്രവർത്തിക്കണം. ആമേൻ. ഹല്ലേലൂയ. എന്തിനാണ് ആമേൻ നീതി പ്രവർത്തിക്കുന്നത്? എന്തിനാണ് നിഷ്കളങ്കനായി ജീവിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. ഇവിടം കൊണ്ട് ജീവിതം അവസാനിക്കുകയല്ല. ആമേൻ. 70 80 വർഷക്കാലം ഇവിടെ ജീവിച്ച് ആമേൻ നീ ഇവിടം കൊണ്ട് മരണപ്പെട്ടു പോകുമ്പോൾ ആമേൻ നിനക്കൊരു സ്വർഗ്ഗരാജ്യം ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ ആമേൻ, ഹല്ലേലൂയ, നാളുകൾ കോടാനുകോടി ആമേൻ വർഷങ്ങൾ ആമേൻ യുഗങ്ങൾ നിനക്ക് പാർക്കാനൊരു ആമേൻ സംവിധാനം തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുകയാ. അവിടെ പാർക്കാനാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതിന് ഹല്ലേലൂയ ആദ്യത്തെ പണി പറയുകയാണ്, നിഷ്കളങ്കനായിരിക്കണം. എല്ലാത്തിനും എന്ത് ചെയ്യണം? നിഷ്കളങ്കനായിരിക്കണം. ഈ നിഷ്കളങ്കത അകത്തളങ്ങളിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അകത്തളങ്ങളിൽ വരുമ്പോഴേ നിഷ്കളങ്കത നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരും. മനസ്സിലായോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അകത്തളങ്ങളിൽ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ നിഷ്കളങ്കരാകും. ആമേൻ. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ നിഷ്കളങ്കരാകും. ആമേൻ. ആമേൻ. നമ്മുടെ കുടുംബത്തിനകത്തളങ്ങളിൽ നമ്മൾ നിഷ്കളങ്കരാകും. നമ്മുടെ സഹോദരങ്ങളുടെ മുൻപിൽ നമ്മൾ നിഷ്കളങ്കരാകും. ആമേൻ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്നവരുടെ മുൻപിൽ നമ്മൾ നിഷ്കളങ്കരാകും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത് ആമേൻ അങ്ങനെ നിഷ്കളങ്കതയിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മസാന്നിധ്യം അകത്തളങ്ങളിലേക്ക് വരണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മസാന്നിധ്യം അകത്തളങ്ങളിൽ വരുമ്പോഴേ നീ നീതി പ്രവർത്തിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ അനീതി പ്രവർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. നീ ബലഹീനനാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ നിന്നെ ആമേൻ ബലഹീനതയിലേക്ക് തള്ളിവിടാൻ അന്ധകാര ശക്തി നിന്റെ മുൻപിൽ നിൽക്കുകയാ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നീതി നിന്റെ മകളുടെ അകത്തളങ്ങളിൽ പുറത്തു വരണമെങ്കിൽ ആത്മാവകത്തളങ്ങളിൽ മാത്രമേ വരത്തുള്ളൂ. ഹല്ലേലൂയ. അടുത്തത് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക. ഹല്ലേലൂയ. ഹൃദയം ഹല്ലേലൂയ പൂർവ്വം സത്യമേ സംസാരിക്കുക. ഹല്ലേലൂയ. ആമേൻ. വല്ലതും കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. നമ്മൾ സത്യത്തിൽ നിന്ന് മാറും. എല്ലാവരുടെയും ജീവിതത്തിലുള്ള ചില അവസരങ്ങൾ വരുമ്പോൾ, ചില സാഹചര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ സത്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? മാറും. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, ഹൃദയപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യണം? സത്യമേ സംസാരിക്കാവൂ. അടുത്തത് നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? ദൂഷണം പറയരുത്. ആമേൻ.
ഹല്ലേലൂയ. ഈ നാവ് കൊണ്ട് ദൂഷണം പറയുന്നത് നമ്മളോട് തന്നെയാണോ ദൂഷണങ്ങൾ പറയുന്നത്? അല്ല. ഹല്ലേലൂയ. നമ്മൾ മറ്റൊരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ദൂഷണം പറയുന്നത്. മറ്റൊരു വ്യക്തിയാണ് നമ്മൾ ആമേൻ ഹല്ലേലൂയ ആമേൻ ഭാരപ്പെടുത്തുന്ന മറ്റൊരു വ്യക്തിയാണ് നമ്മൾ. ആമേൻ അവന്റെ ഹൃദയത്തെയാണ് നമ്മൾ വിഷമിപ്പിക്കുന്നത്. ആമേൻ അതാണ് ദൂഷണം. നമ്മുടെ ആമേൻ നാവിൽ നിന്ന് മറ്റൊരു വ്യക്തി എന്ത് ചെയ്യരുത്? ദൂഷണം പറയരുത്. ഹല്ലേലൂയ. അത് ഒരു ദൈവവൈദ്യന് ശരിയുള്ള കാര്യമല്ല. ആമേൻ ആമേൻ. നീ കൊട്ടിപ്പാടി ആമേൻ ഹല്ലേലൂയ മുൻപോട്ട് പോകുന്നത് ആമേൻ നീ ദൂഷണം പറയാനല്ല. ആമേൻ ഹല്ലേലൂയ നീ ദൈവത്തിന് പ്രസാദമുള്ളതായി മാറുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ നിന്നെ ഒരു നിത്യതയിലേക്ക് എത്തിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തമ്പുരാൻ പറയുകയാണ്, നീ എന്ത് ചെയ്യരുത്? ആമേൻ ഹല്ലേലൂയ ദൂഷണങ്ങൾ പറയരുത്. ആമേൻ നിന്റെ വായിൽ നിന്ന് വരുന്നത് ആമേൻ നല്ല വാക്കുകളായിരിക്കണം. അത് മറ്റുള്ളവരെ ആത്മീകമായി വളർത്തുന്ന വാക്കുകളായിരിക്കണം. ആമേൻ ഒരു ആത്മീകൻ അല്ലെങ്കിൽ അവനെ ആത്മീയതയിലേക്ക് അടുപ്പിക്കത്തക്കവണ്ണം ആമേൻ അവന്റെ ഹൃദയത്തെ തൊടുന്നത് പോലെ, ആളുകൾ ഭർഷിക്കുന്നത് പോലെ, അവന്റെ ഹൃദയത്തെ അലിയിപ്പിക്കുന്നത് പോലെ, പാറപോലൊലിക്കുന്ന ഹൃദയത്തെ ആമേൻ ഹല്ലേലൂയ മെഴുകുപോലെ ഒഴുക്കുവാൻ തക്കവണ്ണം നിന്റെ വാക്കുകൾ ഹല്ലേലൂയ മതിയായി മാറണം. ആമേൻ ഹല്ലേലൂയ. അപ്പോ ആമേൻ ദൂഷണങ്ങൾ നമ്മൾ പറയരുത്. അടുത്തത് തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും. ആമേൻ. നമ്മുടെ കൂട്ടുകാരനോട് എന്ത് ചെയ്യരുത്? ദോഷം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂട്ടുകാരൻ ആരാണ്? ആമേൻ. സുവിശേഷത്തിൽ നമ്മളെ യേശുക്രിസ്തു ഒരു കൂട്ടുകാരനെ കാണിച്ചു. ഒരു പരീശൻ യേശുവിനോട് ചോദിച്ചു, ആമേൻ ഹല്ലേലൂയ, നീ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നല്ലോ, നല്ല കാര്യമാണ്. ആമേൻ സ്നേഹിതൻ ആരാണ്? കൂട്ടുകാരൻ ആരാണ് എന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു ഒരു ഉപമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യെരൂശലേമിൽ നിന്ന് ആമേൻ യെരിഹോയിൽ നിന്ന് യെരൂശലേമിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. ആമേൻ അതൊരു ബിസിനസ്സുകാരനാണ്, ഒരു കച്ചവടക്കാരനാണ്. അവൻ കടന്നു വരുമ്പോൾ വഴിയാത്രയിൽ വെച്ച് തന്നെ ആമേൻ ഹല്ലേലൂയ ചിലർ അവനെ പിടികൂടുവാനിടയായി തീർന്നു. അവനെ പിടിച്ചു, അവനെ ആമേൻ മുറിവേൽപ്പിച്ചു, അവനെ ശരിക്കും ഉപദ്രവിച്ചു. അവന്റെ കയ്യിൽ നിന്നുള്ള എല്ലാം ആമേൻ അവർ എടുത്തു. അവനെ ആമേൻ അഗ്നപ്രാണനായി അവനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാനിടയായി തീർന്നു എന്ന് യേശു ഉപമ പറയുകയാണ്. ആമേൻ. അപ്പോൾ ഹല്ലേലൂയ ആ വഴി ആമേൻ ഒരു ലേവ്യൻ കടന്നു വന്നു, ഒരു പുരോഹിതൻ കടന്നു വന്നു. ആരും അവനോട് മനസ്സിലവ് കാണിച്ചില്ല, ആരും അവനെ സ്നേഹിച്ചില്ല, ആരും അവന്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്നില്ല. അവൻ നിനക്ക് എന്ത് പറ്റിയെന്ന് പോലും ആരും ചോദിച്ചില്ല. അവൻ ഹല്ലേലൂയ കണ്ടിട്ടും കാണാതെ പോലെ അവൻ നടന്നു പോകുവാനിടയായി തീർന്നു. പക്ഷേ അവൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഒരു മനുഷ്യൻ അവൻ ശമരിയിൽ നിന്ന് അവൻ ശമര്യക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ ആ വഴി കടന്നു വരുമ്പോൾ അവൻ ഒരു ഹല്ലേലൂയ ആ നടന്നു വരുന്ന വഴിയാത്രയിൽ അവൻ ഇങ്ങനെ ഒരു മനുഷ്യൻ ഹല്ലേലൂയ അവൻ വഴിയിൽ കിടക്കുന്നതായി കാണുവാനിടയായി തീർന്നു. അവന്റെ സ്വന്തക്കാരനല്ല, അവന്റെ ബന്ധക്കാരനല്ല, അവന്റെ സഹോദരനല്ല, അവന്റെ ചാർച്ചക്കാരനല്ല, ആമേൻ അവന്റെ പട്ടണക്കാരനല്ല, ആമേൻ ഹല്ലേലൂയ ഒരു ബിസിനസ്സുകാരനാണ് അവൻ. എങ്കിൽ ഈ മനുഷ്യൻ അടുത്തിട്ട് ചെന്നിട്ട് അവന്റെ അടുക്കൽ ചെന്ന് അവൻ ആവശ്യമുള്ളതൊക്കെ കൊടുത്തിട്ട് അവന്റെ മുറിവുകളെ കെട്ടി അവൻ എണ്ണ പൂശി അവന് വെള്ളം കൊടുത്തു. അവനെ ഹല്ലേലൂയ മറ്റുള്ളൊരു വെളിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവനെ ശുശ്രൂഷയ്ക്കാക്കുവാനിടയായി തീർന്നു. എന്നിട്ട് യേശു പറഞ്ഞു, അവൻ ആരാണ് ഇതിനകത്തളങ്ങളിൽ അവന് സ്നേഹിതനായി വന്നെന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിച്ച പരീശൻ പറഞ്ഞു, ഹല്ലേലൂയ ശമരിയക്കാരനായിരിക്കുന്ന മനുഷ്യനാണ് അവൻ അവന് കൂട്ടുകാരനായി മാറി എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പറയട്ടെ, ഹല്ലേലൂയ എല്ലാ മനുഷ്യരും നമ്മുടെ സ്നേഹിതന്മാരാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. അവനെ നമ്മൾ എന്ത് ചെയ്യരുത്? വായിച്ചു ആ വാക്യമാര് കൂട്ടുകാരൻ എന്ത് ചെയ്യരുത്? ദോഷം ചെയ്യരുത്. ആമേൻ. കൂട്ടുകാരന് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വലിയ ലിസ്റ്റ് ആമേൻ ഇവിടെ പറയുക. ആമേൻ സ്വർഗ്ഗരാജ്യത്തിൽ ആമേൻ തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന കൂടാരത്തിലേക്ക് കയറണമെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് നമ്മളിലേക്ക് സ്വർഗ്ഗം കൈമാറുകയാണ്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് ഏതെങ്കിലും ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞു ആ കൂടാരം നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാനിടയായി തീരും. ഹല്ലേലൂയ.
ആമേൻ ഹല്ലേലൂയ തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ആമേൻ ഈ വാഗ്ദത്തങ്ങളെ ആമേൻ നമ്മൾ നിവർത്തീകരിപ്പാൻ, അത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ അവൻ നമ്മൾ പ്രാപ്തരായാൽ മാത്രമേ ആ കൂടാരത്തിനകത്തുള്ളവരിൽ എത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ അകത്തളങ്ങളിൽ ഒരു മൺകുടമുണ്ട്. ഹല്ലേലൂയ. അതൊന്ന് ഉടയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനെന്നുള്ളൊരു ഭാവം, ഞാനെന്നുള്ളൊരു ഭാവം. പ്രൈസ് ദി ലോർഡ്. ഞാൻ, ഹല്ലേലൂയ, അതൊരു വിഗ്രഹമാണ്. യേശുവിന്റെ നാമത്തിൽ അതൊരു ലോകത്തിന്റെ വിഗ്രഹമാണ് അകത്തളങ്ങളിൽ ഇരിക്കുന്നത്. ആമേൻ. ഞാനെന്നുള്ള ഭാവം, ആമേൻ ആമേൻ, ഇന്ന് രാത്രികാലം അത് ആമേൻ ഉടഞ്ഞു മാറണം. ആമേൻ. അത് ഉടഞ്ഞു മാറിയാൽ മാത്രമേ ആമേൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്തളങ്ങളിലേക്ക് നമ്മൾ കാലുവെക്കാൻ കഴിയത്തുള്ളൂ. അതിന് ഉദാഹരണം ഞാൻ പറയാം. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ 5-ന്റെ 9-ാം വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ നയമാനായിരിക്കുന്ന ഒരു ആമേൻ ഹല്ലേലൂയ രാജാവിന്റെ വൃദ്ധനെ നമുക്ക് കാണാം. ആമേൻ ഹല്ലേലൂയ. അവൻ പരാക്രമശാലിയാണ്. അവൻ രാജാവിന്റെ അടുത്ത ആമേൻ സേവകനാണ്. ഹല്ലേലൂയ. അവൻ യുദ്ധവീരനാണ്. പക്ഷേ അവൻ കുഷ്ഠരോഗിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനെന്ന് പറയുന്ന ഭാവം അകത്തളങ്ങളിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആമേൻ. പക്ഷേ ഹല്ലേലൂയ അവൻ കുഷ്ഠരോഗിയാണ്. യേശുവിന്റെ നാമത്തിൽ അവന്റെ കുഷ്ഠം മാറാൻ അവൻ യെരൂശലേമിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ആമേൻ ഹല്ലേലൂയ പ്രവാചകനായിരിക്കുന്ന ഏലീശയുടെ അടുക്കിലേക്ക് അവൻ വരുന്ന യാത്രയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവൻ തേരിലാണ് വരുന്നത്. അവൻ ഹല്ലേലൂയ കുതിരയുടെ തേരിൽ അവൻ കയറി അവൻ ഹല്ലേലൂയ ഈ മനുഷ്യൻ വരുമ്പോൾ ഹല്ലേലൂയ ഇവിടെ അവൻ ഹല്ലേലൂയ പട്ടണവാതിക്കിലേക്ക് ഹല്ലേലൂയ ഇങ്ങനെ തേരി വന്നിട്ട് അവൻ ഹല്ലേലൂയ ഏലീശയുടെ ഭവനത്തിന്റെ അടുക്കൽ വരുമ്പോൾ അവൻ ഹല്ലേലൂയ തേരിനകത്തളകളിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഏലീശ ചില മറുപടികൾ പറയുക. അവൻ തേരിൽ തന്നെയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? അവൻ ഇരിക്കുന്നത് എവിടെ? തേരിൽ തന്നെയാണ്. ഹല്ലേലൂയ. അതിനകത്തളങ്ങളിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. അകത്തളങ്ങൾ കുഷ്ഠമാണ് ബാധിച്ചിരിക്കുന്നത്. ഞാനെന്ന് പറയുന്ന കുഷ്ഠമകത്തങ്ങളിൽ ഇരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ പ്രവാചകന്റെ അടുക്കൽ വന്നിരിക്കുന്നത് വിടുതലിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അകത്തളങ്ങളിൽ കുഷ്ഠം നിറഞ്ഞിരിക്കുകയാണ്. പേരിൽ തന്നെയാണ് അവൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പ്രവാചകൻ പറയുന്നു, അവൻ നിസ്സാരമായൊരു വാക്കാണ് പ്രവാചകൻ പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യുമെന്നേ. ആമേൻ ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ഒഴുകി വരുന്ന യോർദാനുണ്ടല്ലോ, ഈ യോർദാനിലേക്ക് നീ ഇറങ്ങി 7 പ്രാവശ്യമൊന്നും മുങ്ങാൻ നീ തയ്യാറായാൽ ആമേൻ നിന്റെ അലക്ഷ്യങ്ങൾ വ്യാപരിച്ചിരിക്കുന്ന കുഷ്ഠത്തെ തമ്പുരാൻ മാറ്റാനിടയായി തീരും. ആമേൻ ഹല്ലേലൂയ. അവൻ അപ്പോഴും അവൻ തേരിൽ ഇരുന്നു കൊണ്ട് അവൻ പറയുന്ന ചില വാക്കുകളുണ്ട്. ഞാൻ എന്നുള്ള ഭാവത്തിൽ അവൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. അവൻ എന്റെ പട്ടണത്തിൽ ഇതിലും വലിയ ആമേൻ ഹല്ലേലൂയ ആമേൻ പുണ്യമായിരിക്കുന്ന അനേകം നദികൾ ഒഴുകുമ്പോൾ ആമേൻ ഞാൻ അവൻ ഈ കലങ്ങി മറിഞ്ഞു വരുന്ന യോർദാനിൽ ഇറങ്ങി മുങ്ങണോ? മമേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഈ ആമേൻ ഹല്ലേലൂയ സ്വർഗ്ഗമാകുന്ന കൂടാരത്തിലേക്ക് കയറണമെങ്കിൽ അകത്തളകൾ ഞാനെന്നുള്ളതായിരിക്കുന്ന ഭാവങ്ങൾ ഇന്ന് രാത്രികാലം പൊളിഞ്ഞു മാറാൻ ആമേൻ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിക്കാമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരും. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ആ അകത്തളങ്ങൾ ആമേൻ ലോകമായിരിക്കുന്ന ആ ഞാനെന്നുള്ള വിഗ്രഹത്തെ ഒന്ന് ഉടച്ചു കളയാൻ തയ്യാറായാൽ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. എന്നിട്ടും തേരിൽ നിന്ന് ഇറങ്ങുവാൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വിസമ്മതിച്ചിരിക്കുന്ന ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നയമാനോട് തന്റെ കൂടെ വന്ന ഭൃത്യന്മാർ പറയുന്നു, യജമാനനെ ഇതിലും വലിയ കാര്യമാണ് ആമേൻ പ്രവാചകൻ പറഞ്ഞായിരുന്നെങ്കിൽ നീ അത് ചെയ്യത്തില്ലായിരുന്നു. ആമേൻ, ഇതൊരു നിസ്സാരമായ കാര്യമല്ലേ? ആമേൻ ഹല്ലേലൂയ. ഇതൊന്ന് ചെയ്യ ആമേൻ. ആ ഞാനെന്നുള്ള ഭാരമൊന്ന് ഉടയട്ടെ. ആമേൻ, ഞാനെന്നുള്ള വിഗ്രഹം ഉടഞ്ഞു മാറട്ടെ. നീ ഒന്ന് ചെയ്യാൻ തയ്യാറാക. ആ തേരിൽ നിന്ന് നീ ഒന്ന് ഇറങ്ങ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാം, ആമേൻ ഹല്ലേലൂയ. ബന്ധക്കോസുകാരൻ എന്ന് പറഞ്ഞ്, ആമേൻ വിശ്വാസി എന്ന് പറഞ്ഞ്, ആമേൻ ഹല്ലേലൂയ പടമായി നടക്കുന്ന ആമേൻ ദൈവത്തിന്റെ ജനത്തോട് ഇന്ന് രാത്രികാലം വിളിച്ചു പറയാ, നിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന ഞാനെന്നുള്ള വിഗ്രഹത്തെ ഉടച്ചു കളഞ്ഞ ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തികൾ. ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. കൃത്യൻ പറഞ്ഞു, ആ പടച്ചട്ടയും ആമേൻ ഹല്ലേലൂയ അതൊക്കെ ഊരി മാറ്റ്. അതൊന്ന് ഊരി മാറ്റൊരു നല്ല കാര്യത്തിലല്ലേ? ദൈവത്തിന്റെ അഭിഷേകൻ പറഞ്ഞതല്ലേ? ആമേൻ ഹല്ലേലൂയ. നാളുകളാൽ നീറി നടക്കുകയല്ലേ? ആമേൻ, നീ ഭയങ്കര വിപ്ലവകാരിയാണ്. ആമേൻ, നീ ഭയങ്കര യുദ്ധവീരനാണ്. പക്ഷേ അകത്തളങ്ങളിൽ കുഷ്ഠമല്ലേ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാതെ, മറ്റുള്ളവരെ മുമ്പിൽ താഴാൻ കഴിയാതെ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയാതെ, മറ്റുള്ളവരെ ആദരിക്കാൻ കഴിയാതെ, മറ്റുള്ളവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാതെ നിന്റെ അകത്തളങ്ങൾ വ്യാപരിച്ചിരിക്കുന്ന ആമേൻ ആ കുഷ്ഠമുണ്ടല്ലോ, ആമേൻ നിന്റെ അകത്തളങ്ങൾ വ്യാപരിച്ചിരിക്കുന്ന ആ പാരമ്പര്യത്തിന്റെ ശക്തിയുണ്ടല്ലോ, ഇന്ന് രാത്രികാലം നിറഞ്ഞു മാറിയ രാത്രികാലം ഞാൻ ദേശത്തോട് വിളിച്ചു പറയാം, ഹല്ലേലൂയ. ഞങ്ങളെന്നും ആമേൻ ഹല്ലേലൂയ പറയുന്ന നിന്റെ അകത്തളങ്ങളുടെ വിഗ്രഹത്തെ നീ ഉടച്ചു കളഞ്ഞ, ആമേൻ നിന്റെ ഭവനത്തിൽ, നിന്റെ തലമുറകളെ, നിന്റെ ജീവിതത്തിൽ വലിയ ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തികൾ വെളിപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ യുദ്ധവീരനായിരിക്കുന്ന ആമേൻ വലിയ കഴിവുള്ളവൻ ആമേൻ ഭൃത്യന്മാർ പറഞ്ഞു, നല്ലൊരു യജമാനനെ ഒന്നിറങ്ങ, ആളുകളെ ഒന്ന് ഊരിവെക്ക, ആമേൻ ഇതൊക്കെ ഒന്ന് മാറ്റിവെക്ക, ഒന്നിറങ്ങി വെള്ളത്തിലേക്ക് യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. അവന്റെ അടുത്ത് പറഞ്ഞത് 7 പ്രാവശ്യം നീ ഒന്ന് മുങ്ങ. ആമേൻ, ഇത് കലക്കവെള്ളമായിരിക്കാം, പക്ഷേ ആമേൻ ഇതിനകത്തറവൊരു ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷേകം ഒഴുകുന്നുണ്ട്. ആമേൻ, നീ ഒന്ന് ഇറങ്ങ, ഒന്ന് താല്പര്യപ്പെട. ആമേൻ. ഭൃത്യന്മാരുടെ ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ വാർത്ത കേട്ടിട്ട്, അവരുടെ സംസാരം കേട്ടിട്ട് ഈ മനുഷ്യൻ ആമേൻ തേരിൽ നിന്നിറങ്ങി തന്റെ പടച്ചട്ടകളൊക്കെ ഊരി വെച്ചിട്ട് താൻ യോർദാനിലേക്ക് ഇറങ്ങുവാനിടയായി തീർന്നു. ഞാൻ ഒന്നുമില്ല കർത്താവേ, ഞാൻ ഏതുമില്ല, ഞാൻ ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒരു അധികാരങ്ങളുമില്ല, എന്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ ഞാനെന്നുള്ള ഒരു ഭാവവുമില്ല. ആമേൻ ഹല്ലേലൂയ. അഭിഷേകൻ പറഞ്ഞല്ലോ, ഇതിനകത്തളങ്ങളിൽ 7 പ്രാവശ്യം മുങ്ങാൻ, ആമേൻ ഞാൻ മുങ്ങാൻ പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഞാനെന്നുള്ള ഭാവമെല്ലാം ഞാൻ അഴിച്ചു മാറ്റി വെച്ചിരിക്കുന്നു. ആമേൻ ഇനിയും ആമേൻ ഹല്ലേലൂയ എന്റെ മുൻപിൽ നീയാണ് വലിയത്, ഞാൻ ഒന്നുമില്ലെന്ന് ഹല്ലേലൂയ ഏറ്റുപറയാൻ തയ്യാറായാൽ ഹല്ലേലൂയ. മനുഷ്യൻ 7 പ്രാവശ്യം ഇറങ്ങി ഒന്ന് മുങ്ങിപ്പൊങ്ങിയപ്പോൾ അവനിൽ വ്യാപരിച്ചിരുന്ന, അവനിൽ ഹല്ലേലൂയ അവനെ നാളുകളായി അവനെ പുറത്ത് മാറ്റി നിർത്തിക്കൊണ്ടിരുന്ന, ആമേൻ ഹല്ലേലൂയ അവനെ തള്ളപ്പെട്ടവനായി നിർത്തിക്കൊണ്ടിരുന്ന, ആമേൻ ഹല്ലേലൂയ അവനിൽ വ്യാപരിച്ചിരുന്ന ആ ശുദ്ധാത്മാവിനെ സ്വർഗം ശാസിച്ചു കളയുവാൻ, അവൻ ശുദ്ധനായി മാറാൻ, ആമേൻ ഹല്ലേലൂയ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറാൻ ഇടയായി തീർന്നെങ്കിൽ
ഇന്ന് രാത്രികാലം ആ കൂടാരത്തിലേക്ക് നമ്മൾ കയറണമെങ്കിൽ അകത്തളങ്ങളിൽ ഞാനെന്ന് പറയുന്ന വിഗ്രഹം ഒന്നേ ഉടയട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. അതെന്താണ്? കൊരിന്ത്യർക്കെഴുതിയ ലേഖനം ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളൊന്ന് വായിച്ചാണ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ല. ഹല്ലേലൂയ. കണ്ടോ? ഹല്ലേലൂയ. ഒരു കൂട്ടം വിശ്വാസികളായിരിക്കുന്ന കോരിന്ത്യയിലെ വിശ്വാസികളായിരിക്കുന്ന വിശ്വാസ മക്കളോട് പൗലോസ് വിളിച്ചു പറയുകയാണ്, നിങ്ങളെ അകത്താങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നത് ഞാൻ വെളിപ്പാടി കണ്ടുകൊണ്ട് ഞാൻ ദൂത് കൈമാറുകയാണ്. നിങ്ങൾ മനുഷ്യനെ 3-ാം വാക്യം വായിച്ചു. ആദ്യം നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും നിങ്ങൾ ശേഷ മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ. കണ്ടോ? ഹല്ലേലൂയ. കണ്ടാ വെള്ളയും ഒക്കെയാണ്, കണ്ടാ ഭക്തനാണ്. പക്ഷേ ഹല്ലേലൂയ, അകത്തളങ്ങളിൽ ഇരിക്കുന്നത് ഈർഷ്യയാണ്, അകത്തളങ്ങളിൽ ഇരിക്കുന്നത് പിണക്കമാണ്, അകത്തളങ്ങളിൽ ഇരിക്കുന്നത് മുഖത്തോട് മുഖം നോക്കാൻ കഴിയാത്തതുമാണുള്ള ഹല്ലേലൂയ ഞാനെന്നുള്ള ഭാവമാണ്. ഹല്ലേലൂയ. മുഖത്തോട് മുഖം നോക്കി കരങ്ങളെ കൊടുക്കുവാൻ കഴിയാതെ അകത്തളങ്ങൾ വ്യാപരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ പ്രതിഷ്ഠയാണ്. അതിന് രാത്രിക്കാലം ഉടഞ്ഞു മാറാൻ. ഹല്ലേലൂയ. അതിന്റെ 18-ാം വാക്യം ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിതത്തിൽ അതല്ലയോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇച്ചിരി അറിയാമെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ആരാ നമ്മളെ പോലെ പിന്നെ വലിയ ആള് ആരും പിന്നെ നമ്മൾ പറയുന്നതാണ് എല്ലാം. ഇവിടെ പറയുന്നു ഹല്ലേലൂയ, നിങ്ങളിൽ ജ്ഞാനി എന്ന് തോന്നുന്നവൻ യേശുവിന്റെ നാമത്തിൽ. അകത്തളങ്ങളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞാൻ ജ്ഞാനിയാണ്, എനിക്കെല്ലാം അറിയാമെന്ന് അകത്തളങ്ങളിൽ തോന്നിയാൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്യണം? അവൻ പോഷനായി മാറട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ അവൻ സ്വർഗീയമാകുന്ന കൂടാരത്തിൽ കടക്കേണ്ടതിന് ഞാൻ ഒന്നുമില്ല കർത്താവേ, ഞാനൊരു പോഷനാണ് എന്ന് പറയാൻ കഴിയുന്നവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവനാണ് ഈ കൂടാരത്തിൽ വസിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രികാലം യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തളങ്ങളിൽ പറയാറുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നാം ഇത് പറയുകയാണ്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ വിശുദ്ധ ഹല്ലേലൂയ പർവ്വതത്തിൽ ആർ വസിക്കും? ഹല്ലേലൂയ. രാത്രികാലം പറകർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട്, കൂടാരത്തിൽ വസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് പണിയപ്പെടാറുണ്ട് കർത്താവേ. ഞാൻ ഉടഞ്ഞു മാറാറുണ്ട് കർത്താവേ. എന്റെ ഇടത്തളങ്ങളിൽ ഞാൻ വിഗ്രഹം ഉടയാറുണ്ട്. ഇന്ന് രാത്രിക്കാലം എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന, എനിക്ക് വേണ്ടി പണിയറിയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കൂടാരത്തിൽ പാർക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ അകത്തളങ്ങളിൽ അതിന് നിരസനമായി, അതിന് തടസ്സമായി നിൽക്കുന്ന വിഗ്രഹങ്ങളുണ്ട്. അതുടയണം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ, മറ്റുള്ളവരെ കരുതാൻ കഴിയാതെ, ഹല്ലേലൂയ, കൂട്ടുകാരനെ ബഹുമാനിക്കാൻ കഴിയാതെ, അയൽവക്കക്കാരനെ സ്നേഹിക്കാൻ കഴിയാതെ, കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കാൻ കഴിയാതെ, ഹല്ലേലൂയ,
അകത്തളങ്ങൾ ഞാനെന്ന് പറയുന്ന ആ വിഗ്രഹം ഇന്ന് രാത്രികാലം ഉടഞ്ഞു മാറാം. ജീസസ് ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ. ആമേൻ വിളിച്ച വിളിയിൽ ആമേൻ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ ആമേൻ തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ആമേൻ ഇന്ന് രാത്രികാലം ആമേൻ ഒരു ക്രമീകരണത്തിലേക്ക് ആമേൻ ഒരു ജീവിതത്തിന്റെ ഹല്ലേലൂയ ഒരു ക്രമീകരണത്തിലേക്ക് ഇന്ന് രാത്രികാലം തമ്പുരാൻ ആമേൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ തമ്പുരാൻ ഒരുക്കിയാൽ മാത്രമേ നമ്മൾ ഒരുങ്ങാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രികാലം അവൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. അവൻ ദേശവാസികളുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ വേദനിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനെന്നുള്ള ഭാവം നമ്മുടെ ഹൃദയത്തിന്റെ കത്തറങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ആമേൻ ഹല്ലേലൂയ സ്വന്തം രക്തബന്ധങ്ങളെ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കരുതാൻ പറ്റത്തില്ല, സ്നേഹിക്കാൻ പറ്റത്തില്ല. ആമേൻ ഹല്ലേലൂയ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ ഹല്ലേലൂയ. കാരണം അകത്തളങ്ങളിൽ ഞാനെന്നുള്ളൊരു ഭാവം ഇരിക്കുകയാ. ആമേൻ ഞാനത് ചെയ്താൽ, ഞാനത് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്നേഹിത അല്ലെങ്കിൽ സഹോദര, നീ എന്റെ ഹല്ലേലൂയ സ്നേഹിതനാണ്, നീ എന്റെ സഹോദരനാണ്. ആമേൻ വിട്ടുകള എന്ന് പറയാൻ നിനക്ക് കഴിയാതെ വണ്ണം നിന്റെ അകത്തളങ്ങളിൽ നിന്നെ മൂടി വെച്ചിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഞാനെന്നുള്ള വിഗ്രഹം ഇന്ന് രാത്രികാലം ഉടഞ്ഞു മാറട്ടെ. എന്തിനെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഇവിടെ 70-80 സംവത്സരം കൊണ്ട് ഇവിടെ അവസാനിക്കും. പക്ഷേ ആമേൻ ഹല്ലേലൂയ ഒരു കൂടാരം എനിക്ക് വേണ്ടി പണിയുന്നുണ്ട്. ആ കൂടാരത്തിൽ എനിക്ക് എത്തിച്ചേരാൻ ആമേൻ ഈ ഭൂമിയിൽ കാലം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി നമുക്ക് ഒരുങ്ങാം. ആമേൻ ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഹല്ലേലൂയ ദാവീദിനെ കൂടി ഹല്ലേലൂയ പറഞ്ഞു തന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കൈമാറിയ ആമേൻ ഹല്ലേലൂയ ദൂതുകൾ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുത്തോ. എനിക്ക് അങ്ങനെ ഒന്ന് ജീവിക്കുവാൻ, എനിക്ക് അങ്ങനെ ഒന്ന് മാറാൻ അവൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ മറ്റോശകർ മുൻപോട്ട് വന്ന് ഇപ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കും. അപ്പച്ചൻ ആശീർവാദം. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവെ, അനുഗ്രഹപ്പെടുത്തമായ സമയത്തിനായ ദൈവത്തെ ശ്രദ്ധിക്കും. സ്വാമി കർത്താവ് ചൊവ്വാഴ്ച സന്ധ്യാസമയം ഒരുമിച്ച് കടന്നു വരാൻ കൂട്ടങ്ങൾ കടന്നു വരാൻ ദൈവമാക്കി ദൈവത്തെ ശ്രദ്ധി. സ്വാമി കർത്താവ് അധ്വാനിക്കുന്ന ഒരു ഭാര്യക്കും മാറി എല്ലാവർക്കും എൻ്റെ കടന്നു വരും ഞാൻ ആസ്വദിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് സന്നിധി രാത്രി കാലം ഒരു കാര്യപള്ളിയുടെ ദൈവത്തെ ശ്രദ്ധി. സ്വാമി കർത്താവ് മരിച്ചവരും സൂക്ഷിക്കാതിരിക്കുമ്പോൾ ഇവനോട് ആയിരിക്കണം ഒരു പ്രാവശ്യം ദൈവത്തെ ശ്രദ്ധിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഒരുക്കി ദൈവത്തെ ശ്രദ്ധി. സ്വാമി കർത്താവ് കടന്നു വന്നാൽ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥനത്തെ ആത്മീയമാക്കി എല്ലാ വിഷയങ്ങളും ദിവസങ്ങളിലേക്ക് പ്രാർത്ഥനയാത്താവേ അവരെ ഒരു പ്രാർത്ഥിപ്പാനും ദൈവം പാടുവാനും ഒക്കെ ഞാൻ ഇടയാക്കി ദൈവത്തെ ദേവദാസങ്ങളുടെ നല്ല ആലോചന ദൈവത്തെ അനുഗ്രഹം വിതരമായി തീരാതെ ഇടയാക്കി പ്രാർത്ഥനയാത്താവേ കാലേലിയ ജഗവന്റെ കൂടാതെ ദാപ്പാർക്കുന്ന വിശുദ്ധ താമസിക്കുന്നുള്ളതായി ചോദ്യം കാലേലിയ ഗുരുചാരിപ്പതി ഇടാക്കുന്ന ദൈവത്തെ നടക്കുന്ന നീതി പ്രവർത്തി സംസാരിക്കുകയും ശിവദാനി മനുഷ്യരുടെയും ആരിപ്പാണ്ടിയുടെ ജാതി കഞ്ഞങ്ങൾ അനുഗ്രഹിച്ചു കാദ്യവത്തെ സ്ഥിതി സ്വാധീനത്തെ ഞങ്ങളെ സഹായിച്ചു കാദ്യവത്തെ സ്ഥിതി സ്വാധീനത്താവെ ആരോഗ്യം വഴിയാട്ടി കാദ്യവത്തെ സ്ഥിതി സ്വാധീനത്താവെ കാലേലിയ ഓരോ ഭവനത്തിന്റെ അവസ്ഥകളെ കർത്താവ് അറിയുന്നുണ്ട്. ദൈവത്തെ സ്ഥിതി സ്വാധീനത്തെ രോഗങ്ങളെ പാരപ്പണങ്ങളെ ഓർത്ത് പ്രാർത്ഥനത്തായും അവരാക്കുന്ന എല്ലാ അവസ്ഥകളെയും ഓർത്ത് പ്രാർത്ഥനത്തെ ദൈവം സഹായിച്ച് പ്രാർത്ഥനത്താവെ കാലയെ വരാത്തായി കാലേലിയ പ്രാർത്ഥന വരാതെ ആയിരിക്കുന്ന ഓരോരുത്തർ ഓർത്ത് പ്രാർത്ഥനത്തായും ദിവസം കാലയെ അവരുടെ കാലയിലെ കടന്നു വരാൻ ഇടയാക്കി പ്രാർത്ഥനത്തായി കാലേലിയ ദൈവം ചുറ്റോളം വഴിയെടുത്ത് കാദ്യവത്തെ ശിശുവാത്ത കാലേലിയ ആദ്യം ദൈവം അന്തിമരെ സാന്ത്വനാക്കി ദൈവത്തെ ശിശുവാത്ത കാലയെ തന്നെ മറിവിനായി കാക്കു യേശുവിനോ തന്നെ. പിതാവായ സ്നേഹമുക്തനായ കർത്താവിന്റെ പ്രാർത്ഥിച്ചെല്ലാ വിഷയങ്ങളിലും വചന സംസാരത്തിനും ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആര്യപുത്രനായ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം കർത്താവെ ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. ആമേ ഈ സന്ദർഭത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവെ അവിടുത്തെ രണ്ടാമത്തെ വരവരുന്നു എല്ലാവർക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം.
ചായ ഉണ്ട്, കുടിച്ചിട്ടേ പോകാം. ശ്രീവാസനെ ഈ ദിവസങ്ങളിൽ ഈ വൈകിട്ട് എൻ്റെ പഴങ്ങാലം ബോസ് ഭാഷയൊക്കെ കാണാൻ ഒരു കിറ്റ് തന്നിട്ടുണ്ട്. കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോഴേ പുള്ളിക്ക് വരാൻ പറ്റത്തില്ല, വയ്യാതെ വീട്ടിനകത്തുള്ള നടക്കുകയാണ്. കർത്താവേ സ്തോത്രം വസന്തനായി ജീവിക്കുന്ന എത്തിച്ച് ഇന്ന് നമുക്ക് നിലയാക്കുന്ന ഞങ്ങളുടെ കൃത്യം സഹായിക്കും. ഞങ്ങളുടെ തായ് സ്തോത്രം വരാൻ നമുക്ക് വാങ്ങി നമുക്ക് എല്ലാവർക്കും ബോസ് ഭാഷ നമ്മളിവിടെ മീറ്റിങ്ങിനൊക്കെ വന്നത് ഓട്ടുമലല്ല മറ്റേ പുള്ളി കൊട്ടാരക്കരത്തിൽ വായിക്കാം. എന്തായാലും എഴുന്നേറ്റ് അപ്പം ഞാൻ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു വന്നാലേ ഇവിടെ വന്നാൽ കൊണ്ടുവന്നോ. വരാൻ പറ്റുന്നില്ല, വണ്ടി ഒന്ന് വിളിക്കാനായിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ അങ്ങോട്ട് കൊടുത്തരാൻ പറയാം. എങ്ങനെയാ നാളെ വ്യാഴാഴ്ച പനി എന്തിനാ വിട്ടു വൈകിട്ടോ വൈകിട്ട് സന്ധ്യയായിട്ട് സന്ധ്യയായിട്ട് വ്യാഴാഴ്ച ഓണച്ചാൻ പറ്റുന്നു 5 രൂപ. പൂർണ്ണം ചേർക്കാൻ മധുരം ഉണ്ടോ പറഞ്ഞു.
ഈ പേപ്പർ കൊടുക്കുന്ന ആ പേപ്പർ മധുരമുള്ള ചായ വേണം. പറഞ്ഞുണ്ടാക്കിയത് അതുകൊണ്ട് ഉണ്ടാക്കിയത്.
കഴിച്ചോളെ ഞാൻ തയ്യാറ കാണാനൊക്കെ അതെടുത്ത് ചുറ്റ് സിംഗിളി കാണിച്ചാൽ മതി. ആ ലാപ്പിലെ IPC എത്താൻ കാണും. ഒരാളെ വന്നു. സമയമുള്ളപ്പോ വഴിയൊക്കെ തിരിച്ചു. ഞങ്ങളുടെ ഇളകി വന്നതാ. എന്നെ വന്നങ്ങ് വളഞ്ഞ് അങ്ങനെ ഭയങ്കര കുത്താണ്. ഒന്നാം കുത്തി ഇവിടുന്ന് വേറെ കുത്തിയാ കുത്തെന്ന് വെച്ചാൽ ഭയങ്കര കുത്താ. ഞാൻ ഓടി വെച്ചാൽ പരമാവധി ഓടി. പക്ഷെ എന്താ കൂടെ വരുമായിരുന്നു. അവസാനം ഞാൻ വിചാരിച്ച അടമ്പോ തീരുവെന്ന് വിചാരിച്ചു. ഞാൻ തിരിച്ചങ്ങ് പോയി. ഭയങ്കര കൂട്ടായിരുന്നു. കുത്താവുന്നറിയാം. ഞാൻ ഡ്രസ് ഊരിയിട്ടും പറ്റിയില്ല. ഡ്രസ് ഊരിയിട്ടും അതെന്നെ എന്നെ വളയുക. നാലൊന്നും അല്ല, ഒരു മൊത്തം കറങ്ങിയ ഒരു വലിയ കൂട്ടമാണ്. ഞങ്ങളുടെ ഇളകി വന്നതാ. ഒറ്റ ഓടിയിട്ട് എന്നെ കൂടെ പറ്റി. എല്ലാരും പറഞ്ഞ അവിധം പാച്ചാണല്ലോ. പിന്നെ തിരിഞ്ഞു പോയത്. ഞാൻ പിന്നെ നീന്തൽ ഓടെ വെക്കാതാക്കി. വെള്ളത്തിലാണ് നമ്മൾ മുങ്ങിയാലേ അവിടെ തിരുത്തി കിടക്കുന്നതാണ്. ഞാൻ പിന്നെ ഉടനെ ആശുപത്രി പോയി. ഉടനെ തന്നെ അപ്പൊ അവരെ പ്രഷറൊക്കെ നോക്കി ഇനി വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിന് പനിയുണ്ട്. വിദേശമൊക്കെ എടുത്ത് ആണിയാൻ പോകുന്നോന്ന് പറഞ്ഞു. കുറ്റപ്പെടുന്ന ആണിയാൻ കയറുക. ആണി ഭയങ്കര പറഞ്ഞാലൊന്നും അറിയത്തില്ല. കുത്തുന്നവർക്ക് ഭയങ്കര എവിടുന്ന് ഇളകി വന്ന അതിൻ്റെ എവിടുന്ന് ഇളക്കി തോന്നുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞു വൈരാഗ്യത്തിൽ വന്ന് കുത്തിയതാണ്. ശരിക്കും കുത്തി കിട്ടി എനിക്ക്. അഞ്ചിതായത് അതെ രക്ഷയില്ല. കൂടെ പറ്റിയുണ്ട്. കൂടുതൽ മുഖത്താ കുത്തുന്നത്. അതിന്റെ
ഓട്ടുമലല്ലേ ഓട്ടുമലല്ലേ നാളെ ഇതൊക്കെ പോയിട്ട് പെങ്ങളൊന്നും ആരുടെ മെഡിക്കൽ കോളേജില്ല ക്യാൻസർ ഓപ്പറേഷൻ ആയി കഴിഞ്ഞാൽ അതിലൂടെ അറ്റാക്ക് കഴിഞ്ഞ പോലീസ് വന്നു എല്ലാവരും വല്ല ആരും ലൈറ്റും പിന്നെ കുറെ